ഹായ് ഫ്രണ്ട്സ് സ്റ്റോറി കേട്ടപ്പോൾ ഫൈനൽ പാർട്ട് നമുക്ക് നോക്കാം. ആ ജിന്ന് പറഞ്ഞു പറഞ്ഞത് ആറം കേട്ടോട് കേട്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞല്ല, അതുകൊണ്ട് ബേബി പറയായിരുന്നു. ഓൾറെഡി എനിക്ക് കല്യാണം കഴിഞ്ഞു, ഫോസ്റ്റ് മാരേജ് ആണ്. അത് മാത്രമല്ല അപ്പോൾ ബേബി ഞാൻ എൻ്റെ വൈഫിന് ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ബേബി എങ്ങനെയാ അത്? അങ്ങനെ പറഞ്ഞു. അത് ബേബി പറഞ്ഞ അത് ഹോസ്പിറ്റലിൽ വെച്ചില്ല, ഇത് ഇഞ്ചക്ഷൻ. നടന്ന കാര്യം പറഞ്ഞു. അങ്ങനെയാണ് ബേബി അത്. ഓ അങ്ങനെയാണോ? അത് പറഞ്ഞത്. അത് കേട്ടത് ശരി, ഓക്കെ. അപ്പോൾ അതന്നെ ഞാൻ ഫസ്റ്റ് ടൈം കിസ് ചെയ്തിരുന്നു. മാരേജ് കിസ്സിങ് നോ, എനിക്ക് ആ മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല. ബിസിനസ് വേണ്ടിയാണ് മാരേജ് കഴിച്ചത്. പറഞ്ഞു ശരി, ഓക്കെ. ഞാൻ പറഞ്ഞത് എനിക്കിനി കണ്ടപ്പിന് ഇഷ്ടപ്പെട്ടായിരുന്നു. പറഞ്ഞു പ്രപ്പോസ് ചെയ്ത് അങ്ങനെ ഹീറോ അക്സെപ്റ്റ് ചെയ്തായിരുന്നു. അങ്ങനെ രണ്ടുപേരും ക്ലോസ് ആയിരുന്നു. നമുക്ക് ഷുഗറിൻ്റെ പേര് നോക്കാം. ഷുഗറിൻ്റെ മുറിച്ച് നോക്കായിരുന്നു. ഷുഗർക്കായിരുന്നു എന്താ പറ്റി? എനിക്ക് കല്യാണം കഴിഞ്ഞ് ബേബി ഉണ്ട്, അത് മടങ്ങി നിൽക്കുന്നില്ല. എന്നെ വേണോ ഷുഗർക്ക് ടെൻഷനായിരുന്നു. എന്താ കല്യാണം കഴിഞ്ഞ് ബേബിയാ? അപ്പോൾ ഷുഗർ ഒരുമാതിരി ലുക്ക്ഡായിരുന്നു. എന്താ മറന്നു നിനക്ക് എന്ന് ഷുഗർ ഒരു കേൾവിയൊക്കെ ഇത് കേട്ട് ഷാക്കായിരുന്നു. എന്തിനു മറന്ന? അപ്പം ബേബി മറന്നടി എന്ന് തലക്കൊരടിയൊക്കെ ആയിരുന്നു. എന്തിനു മറന്ന? ഷുഗർ കാലിൽ വന്ന് പറഞ്ഞു. അതൊക്കെ ഷോക്കായിരുന്നു. അപ്പോൾ ബേബി അർദ്ധ അപ്പം നിനക്ക് ബേബി വേണ്ടേ എന്ന് കേൾക്കായിരുന്നു. ഷുഗർ കേൾക്കുന്ന ഷോക്കായിരുന്നു. അത് എന്ന് ഓർക്കായിരുന്നു. അപ്പോൾ നിങ്ങൾ അതടി എൻ്റേതാ. നിനക്ക് ഓൾറെഡി എനിക്ക് മാരേജ് ആയിരുന്നു. അപ്പം അത് ഓൾറെഡി എനിക്ക് മാരേജ് ആയിരുന്നു. ബേബി ഇത് നിൻ്റെതാ എന്ന് ഷുഗർ പറഞ്ഞു. അത് ഷോക്കായിരുന്നു. അതെ, ഹീറോയിൻ്റെ ഫ്രണ്ട് പറഞ്ഞാൽ ഇങ്ങനെ ബിസിനസ് ഒന്നും പഠിക്കാനും കോളേജൊക്കെ വെളിനാട്ടിൽ പോയിരുന്നു. അപ്പോൾ ഷുഗറും കൂടെ ക്ലോസ് ആയിരുന്നു. അത് മാത്രം കുട്ടി ഹീറോയിൻ്റെ ഫ്രണ്ടിക്ക് നല്ല ഓർമ്മ ഉണ്ട്. അതുകൊണ്ട് അറിയാതെ മാറി ആക്ടിങ് ചെയ്തത്. അതുകൊണ്ട് ഷുഗർ നല്ല ടെൻഷനായിരുന്നു. ഇവർ എൻ്റെ ലവേഴ്സ് ആയിരുന്നു. ഷുഗർ പറയുന്നു എന്തടി അലിക്കിട്ട് പോയത് സോറിയെങ്കിൽ നീ അപ്പോൾ അവള് പുറകെ നടന്നതിന് ഷുഗറിന് വഴക്കുണ്ടായി. ഷുഗർ സമാധാനമാക്കാം. സോറിടി, ഞാൻ മാരേജ് അയക്കരുത്. അപ്പോൾ നീ ഐഡലൊന്നുമില്ല? ഇല്ലടി, ഞാൻ ഇപ്പോൾ CEO ആണ്, ഐഡലൊക്കെ. ഷുഗർ സമാധാനമാക്കായിരുന്നു. അതെ, ഷുഗർ ഓൾറെഡി ഓൾ മാരേജ് ആയിരുന്നു. അപ്പം നമ്മളെ ജങ്കുക്കിനെ നോക്കാം. ജങ്കുക്കിന് തെരു മുളിക്കായിരുന്നു. ജങ്കുക്ക് പറയാതെ നിങ്ങൾ നീ എന്നെ മാരേജ് കഴിച്ച എന്ന് കേൾക്കായിരുന്നു. അപ്പോൾ ജങ്കുക്ക് പറയാൻ തുടങ്ങിയിരുന്നു. ജങ്കുക്ക് ഒരു ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങിയിരുന്നു. ഞാൻ ഒരിക്കൽ ഇന്ത്യയൊക്കെ വന്നതാ. എന്തടി നീ ജങ്കുക്ക് പറയുന്നത്? ഇന്ത്യയൊക്കെ വന്ന് നീ എന്താണ് ചെയ്തതെന്ന് ജങ്കുക്ക് മറട്ടായിരുന്നു. ഞാനൊന്നും ചെയ്തില്ല. ഇല്ലേ? അപ്പോൾ ഒരു ഫോട്ടോ കാട്ടിയായിരുന്നു. അത് ഒരു കിസ് അടിക്കുന്ന ഫോട്ടോ ആയിരുന്നു. ഇല്ല, അത് നീയോ? ഞാൻ തന്നെയാണ്. അപ്പോൾ ഇത് ജങ്കു പറയാ ഞാനവിടെ ജിമ്മിൻ്റെ കൂടെ വന്നിരുന്നത്. നീ അവിടെ സന്തലെ പിടിച്ച് കിസ് അടിച്ച് ഇത് ജിമ്മിന് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ കളിയാക്കി. എത്ര കഷ്ടപ്പെട്ടാറ് ഞാൻ. എന്നെ ജങ്കു കുറിച്ച് മറട്ടായിരുന്നു. എന്തടി കിസ് അടിച്ച? എൻ്റെ ഫസ്റ്റ് കിസ്. ഞാനൊരു ഗേൾ ഫ്രണ്ടിൽ കൂടെ കിസ് കഴിയില്ല. അവൾ ഗേൾ ഫ്രണ്ട് പറഞ്ഞാൽ എനിക്ക് ബ്രേക്കപ്പായി. എല്ലാത്തും കാണുന്ന നീയാ എന്ന് പറയാൻ ജങ്കുക്ക് മറട്ടായിരുന്നു. സോറി ജങ്കുക്ക്, അത് കാര്യമില്ല. കാരണം ഞാൻ സാഡായിരുന്നു. ജങ്കു സമാധാനമാക്കിയായിരുന്നു. ഇല്ല, എനിക്കോട് ബ്രേക്കപ്പ് ചെയ്ത് സാഡ് വന്നതാ. എനിക്ക് കിസ് അടിച്ച് എനിക്കിന്ന് പിടിച്ചിരുന്നു. എവിടെ തേടിയായിരുന്നു നിന്നെ? എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നു. ലാസ്റ്റാണ് ഞാൻ കണ്ടുപിടിച്ചു എന്ന് ഞങ്ങൾക്ക് പറയുന്നു. അങ്ങനെ അവർക്കും കിസ്സിങ് സീനായിരുന്നു. അങ്ങനെ ഡേസ് പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് ഒരു ക്യൂട്ടായിട്ട് ബേബി ജനിച്ചായിരുന്നു. അതെ, ഒരു ഗേൾ ബേബിയായിരുന്നു. അതെ, ആറാം നോക്കി ഹീറോയി മുറയ്ക്കായിരുന്നു. എന്ത് പറ്റിയടി എന്ന് പറയാൻ അവനെ നോക്ക് എന്നെ തിരിഞ്ഞ് നോക്കാം. അവിടെ ബുക്ക് എടുത്ത് പഠിക്കുന്നു. നോക്കി മുറിക്കായിരുന്നു. എന്നിട്ട് ഇങ്ങനെ മുറിക്കണേ. ഒന്നും കളിക്കുന്നില്ല. എപ്പോൾ നോക്കി ഇവനക്കൊരു ബുക്ക് എടുത്ത് കൊടുക്കുക. അപ്പം എപ്പോൾ കളിക്കണം. ഇപ്പം കുട്ടിയല്ലേ? എത്ര ടോയ്സ് വാങ്ങി കൊടുക്കാം? അപ്പോൾ ഒരു ടോയ്സ് വേണ്ട. എപ്പോൾ നോക്കിയാൽ ബുക്ക് വേണം പറഞ്ഞ് എന്ത് ടോർച്ചർ ചെയ്യാം. ഞാൻ ചെറിയ പ്രായത്തിൽ എന്ത് കളിക്കായിരുന്നു. എന്തിനാ നീ എപ്പോൾ നോക്കി ബുക്ക് എടുത്താ? ഇല്ലടി, പഠിക്കണം. പോവാറാം എന്ന് നോക്കി മുറിച്ചിട്ട് പോയായിരുന്നു. അയ്യോ എന്ത് ചെയ്യാം. ഈ കുട്ടിക്കും ഇങ്ങനെ ബുക്ക് എടുത്ത് കൊടുത്തതിന് തലയിൽ അടിക്കുവാറും എന്ന് പറഞ്ഞ് മിരട്ടി പോയാറാറും. എടാ പോടാ, പടിടാ, മിഞ്ചോൻ പടിയടാ. ഡാഡി അതിനെന്തിനാ ഇങ്ങനെ പറയുന്നേ? ഞാൻ ബുക്ക് പഠിക്കാൻ പോവാ, പോ ഡാഡി എന്ന് പറയാം.
അയ്യോ മിഞ്ചുൻ പറഞ്ഞ കേക്കടാ, മോനല്ലേ, ഡാഡിൻ്റെ പൊന്നു മോനല്ലേ, പ്ലീസ് ഡാ പോയി കളിടാ. ഇല്ല മമ്മി, ഞാൻ കുട്ടിയല്ല, ഞാൻ പഠിക്കുന്നത് എന്ന് പറഞ്ഞു ആറും തയ്യച്ചു. ഇവനിക്ക് എന്നെ മാതിരി ആയിരുന്നല്ലോ എന്ന് ആറും തലക്ക് ചോദിച്ചായിരുന്നു. അങ്ങനെ ആയിട്ട് ഹീറോയുടെ ഫ്രണ്ട് വരണം, വന്നടി എന്ന് പറഞ്ഞു. അവരുള്ള രണ്ടുപേര് വന്നായിരുന്നു. ആടി അങ്ങനെ കൂട്ടി 6 മണി പേര് വാ കളിക്കാം മിഞ്ചു. ഇല്ല ഞാൻ പഠിക്കാം, നല്ല കഥ. ഇത് കേട്ട് രണ്ടുപേർക്ക് കൺഫ്യൂസ്. ഞങ്ങൾക്ക് ബേബി പറയുന്നത്, പോ നീ പഠിച്ചോ, വാ നമ്മൾ രണ്ടുപേര് കളിക്കാം, ഇവന് പഠിക്കുന്നില്ലൊന്ന് എന്നാ രണ്ടുപേര് കളിക്കാൻ പോയിരുന്നു. സുഖമല്ലത്, എനിക്ക് ഉറക്കമായിരുന്നു എന്ന് പോയിട്ട് ഉറങ്ങാൻ പോയി. ഇത് കേട്ട് ഫ്രണ്ട് പ്രായമൊക്കെ വെച്ച് ഹീറോ ശരിക്കും അതിൻ്റെ ബേബി ഉറങ്ങുന്നതാ. അത് ടേൻഷൻ പൊടി അങ്ങനെ ഒന്നും പറയണ്ട. ജാങ്കോ ബേബി തുള്ളി തുള്ളി കളിക്കായിരുന്നു. ഇത് നിന്നെ ഒന്ന് വറക്കേ ഒന്ന് കളി. എൻ്റേത് അങ്ങനെയല്ല, എൻ്റേത് പടി 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 കഴിക്കാം. അങ്ങനെ ഹീറോയ്ക്ക് എറിയാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ആറമ്മൻ്റെ പോയി പറയുന്നത്, ബായ് മോടെ ഉറങ്ങണോ, എനിക്ക് സൗണ്ട് കേൾക്ക ടെൻഷൻ. ആറമ്മ ഫ്രണ്ട് ചായ മുറക്കരുത് എന്താ, അയ്യോ ഇവളെന്നെ ഉറക്കില്ലല്ലോ. അത് ആറാം നോക്കി ചിരിക്കുകയായിരുന്നു. ഇത് കോള് കണ്ടത് ഷുഗറിന് കാര്യം വന്നു എന്ന് പറഞ്ഞു. ഷുഗർ ടെൻഷനായിരുന്നു. ഏയ് എടാ പോ കളി പോ. ഇവന് എന്താ മച്ചനി പറഞ്ഞ, അതില്ലടി നൈറ്റ് കിസ്സിങ് ഇല്ല പറഞ്ഞത്, അതുകൊണ്ട് ഷുഗർക്ക് ടെൻഷനായിരുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടോ ചീ ഇപ്പോഴും കിസ്സിങ് ചെയ്യുന്നുണ്ടോ, അതടി മച്ചി, അത് മാത്രമല്ല ഭയങ്കര ടെററിസ്റ്റാ യുങ്കി എന്ന് പറയുന്നത്. ചീ ഇതൊക്കെ കാര്യം പറയൂ എൻ്റെ ഹീറോ വാക്ക് പറയായിരുന്നു. അങ്ങനെ ഡേയ്സ് പോകാതെ ഹീറോ ഇന്ത്യക്ക് അങ്ങനെ എല്ലാ പ്ലേസ് കറങ്ങായിരുന്നു. നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതെ നമുക്ക് ആരമ്മൻ്റെ എക്സ് വൈഫിനെ നോക്കാം. പക്ഷേ എന്തടി ഹാപ്പി സ്റ്റെല്ല പറയായിരുന്നോ? സ്റ്റെല്ല പറയായിരുന്നോ, എടി നീ പോകുന്നില്ലേ അങ്ങനെ സ്റ്റെല്ല പറയുന്ന കേട്ട് മേഘന പറയായിരുന്നോ, ഞാനെന്തിനാ പോകുന്നത്, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. എടി അവനിക്ക് മാരേജായി. ഇത് കേട്ട് സ്റ്റെല്ല ഷോക്കായിരുന്നു. എൻ്റെ മാരേജായാ, ഇതാണ് വൈഫ്. പിന്നെ ആറമ്മിൻ്റെ സംസാരിക്കാൻ ട്രൈ ചെയ്തു. ആറമ്മ കണ്ടു കഥ പറഞ്ഞു. ആറമ്മിനെ പിടിച്ച് വെച്ച് സോറി ഞാൻ ആറമ്മ വഴക്ക് പറഞ്ഞു പോയായിരുന്നു. അപ്പോൾ സ്റ്റെല്ല കാണുമായിരുന്നു. സ്റ്റെല്ല ഇവിടുന്ന് പോയിരുന്നു. അങ്ങനെ ആറമ്മക്ക്